ഇറാൻ തീർന്നു, ഇനി തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞ് ആഹ്ലാദ പ്രകടനം നടത്തിയ അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഇപ്പോൾ വലിയൊരു പ്രഹരമാണ് സംഭവിച്ചിരിക്കുന്നത്. അവർ വളരെ ഞെട്ടലോടെയാണ് ഈ ഒരു വാർത്ത കേൾക്കുന്നത്. വെറും ആഴ്ചകൾക്ക് മുമ്പ് ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായിട്ടും തകർന്നു എന്ന അമേരിക്കയുടെയും ഇസ്രയേലിന്റെ വമ്പൻ അവകാശവാദങ്ങളെയെല്ലാം ഇപ്പോൾ തകിടം മറിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യൻ മണ്ണിൽ വീണ യുദ്ധത്തിന്റെ കനലുകൾ പൂർണ്ണമായിട്ട് അടങ്ങും മുമ്പേ തകർന്നടിഞ്ഞ ചാരത്തിൽ നിന്നും ആരും പ്രതീക്ഷിക്കാത്ത വേഗതയിൽ ആ ഒരു സൈനിക യന്ത്രം വീണ്ടും ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ശക്തമായിട്ടുള്ള വ്യോമാക്രമണം തകർന്നടിഞ്ഞ ഇറാന്റെ സൈനിക സംവിധാനങ്ങൾ അതിവേഗം പുനഃസ്ഥാപിക്കപ്പെടുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. ആക്രമണങ്ങളിലൂടെ ഇറാന്റെ പ്രതിരോധ ശേഷി വർഷങ്ങളോളം പിന്നോട്ട് പോയെന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ നിഗമനങ്ങളെ കാറ്റിൽ പറത്തിയാണ് ഇറാന്റെ ഈ ഒരു അപ്രതീക്ഷിത കുതിപ്പ് എന്ന് പറയുന്നത്. കേവലം ഒരു സൈനിക പുനർനിർമ്മാണമല്ല, മറിച്ച് തങ്ങളെ തകർക്കാൻ കഴിയില്ല എന്ന കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ സന്ദേശമാണ് ഇറാൻ ലോകത്തിന് മുന്നിൽ നൽകുന്നത്. അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ നിന്നുള്ള അതീവ രഹസ്യ വിവരങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായിട്ടുള്ള CNN ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാന്റെ ഈ ഒരു അപ്രതീക്ഷിത തിരിച്ചുവരവ് ലോകത്തിന് മുന്നിൽ കാണിക്കുന്നത് അമേരിക്കയും ഇസ്രയേലും സംയുക്തമായിട്ട് നടത്തിയ വ്യോമാക്രമണങ്ങൾ ഇറാന്റെ സൈനിക നട്ടെല്ല് ഒടിച്ചുവെന്നും അവർക്ക് ഇനി ഒരു തിരിച്ചുവരവിന് വർഷങ്ങൾ വേണ്ടിവരുമെന്നുമായിരുന്നു പാശ്ചാത്യ രാജ്യങ്ങളുടെ ആദ്യ വിലയിരുത്തൽ എന്ന് പറയുന്നത്. എന്നാൽ ആ കണക്കുകൂട്ടലുകളെല്ലാം തന്നെ തെറ്റി വെറും 6 മാസം കൊണ്ട് ഇറാൻ തിരുത്തി കുറിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാം സജ്ജം, പൂർണ്ണമായിട്ടും പണികൾ കഴിഞ്ഞു, ഇനി അടുത്ത യുദ്ധത്തിന് തയ്യാർ. കഴിഞ്ഞ ഏപ്രിലിൽ പ്രഖ്യാപിക്കപ്പെട്ട 6 ആഴ്ചത്തെ വെടിനിർത്തൽ കാലയളവിനെ ഇറാൻ ഒരു നയതന്ത്ര ആയുധമാക്കി മാറ്റുകയായിരുന്നു. യുദ്ധം താൽക്കാലികമായിട്ട് നിർത്തിയ ആ നാളുകളിൽ ലോകം സമാധാന ചർച്ച ചെയ്യുമ്പോൾ ഇറാൻ തങ്ങളുടെ തകർന്ന ഡ്രോൺ ഫാക്ടറികൾ നിർമ്മിക്കുന്ന തിരക്കിലായിരുന്നു. വെറും 6 മാസത്തിനുള്ളിൽ ഇറാന് അവരുടെ പൂർണ്ണമായിട്ടുള്ള ഡ്രോൺ മിസൈൽ ആക്രമണ ശേഷി തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നാണ് അമേരിക്കൻ ഇന്റലിജൻസ് വൃത്തങ്ങൾ ഇപ്പോൾ തന്നെ ഞെട്ടലോടെ സമ്മതിക്കുന്നത്. വർഷങ്ങളായിട്ട് അമേരിക്ക ചുമത്തിയ കടുത്ത സാമ്പത്തിക വ്യാപാര ഉപരോധങ്ങളെ കാറ്റിൽ പറത്തിയാണ് ഇറാന്റെ ഈ ഒരു കുതിപ്പ്. വിദേശത്ത് നിന്നുള്ള സ്പെയർ പാർട്സുകളോ അല്ലെങ്കിൽ സാങ്കേതിക സഹായമോ ഇല്ലാതെ തന്നെ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മിസൈൽ ലോഞ്ചറുകളും ആയുധ നിർമ്മാണശാലകളും അതിവേഗം പുനഃസ്ഥാപിക്കാൻ ഇറാന് സാധിച്ചു എന്നതാണ്. അത് അമേരിക്കയും ഈ പാശ്ചാത്യ രാജ്യങ്ങളെയും വലിയ രീതിയിൽ തന്നെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. അവർ അതിനെ വലിയ രീതിയിൽ തന്നെ ഞെട്ടലോടെ ഇതിനെ നോക്കിക്കാണുന്നുണ്ട്. എന്തായാലും ഇത് പശ്ചിമേഷ്യയിലെ സൈനിക സമവാക്യങ്ങളെ പൂർണ്ണമായിട്ടും മാറ്റിമറിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇത് വെറും ഒരു സൈനിക പുനർനിർമ്മാണമല്ല, ഒരു രാഷ്ട്രീയ സന്ദേശവുമാണ്. തങ്ങളെ തകർത്തു എന്ന് കരുതേണ്ട, ഇത് ഇറാന്റെ മറുപടി പോലെയാണ് ഈ നീക്കങ്ങൾ കാണപ്പെടുന്നത്. അമേരിക്കൻ ആക്രമണങ്ങൾക്ക് ശേഷം തകർന്ന മിസൈൽ ലോഞ്ചറുകൾ, ഡ്രോൺ ഫാക്ടറികൾ, ആയുധ നിർമ്മാണ സംവിധാനങ്ങൾ എന്നിവ വേഗത്തിൽ പുനഃസ്ഥാപിക്കപ്പെടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇറാനിൽ എല്ലാ കണക്കുകൂട്ടലുകളെയും മറികടന്നു എന്നാണ് ഒരു അമേരിക്കൻ ഉദ്യോഗസ്ഥൻ തുറന്നു പറഞ്ഞത്. അതായത് അമേരിക്കൻ ഇന്റലിജൻസ് കരുതിയ സമയപരിധികളെക്കാൾ വേഗത്തിലാണ് ഇറാൻ തിരികെ വരുന്നത്. ഇതിൽ ഏറ്റവും വലിയ ആശങ്ക ഇസ്രയേലിനും ഗൾഫ് രാജ്യങ്ങൾക്കുമാണ്. കാരണം ഇറാന്റെ ഡ്രോൺ ആക്രമണ ശേഷിയാണ് പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളെ ഏറ്റവും കൂടുതൽ മാറ്റിമറിച്ചിരിക്കുന്നത്. കുറഞ്ഞ ചെലവിൽ ഒരു വൻ നഷ്ടം വിതയ്ക്കാൻ കഴിയുന്ന ഷാഹിദ് പോലുള്ള ഡ്രോണുകൾ ഇതിനോടകം തന്നെ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട്. യുദ്ധം വീണ്ടും ആരംഭിച്ചാൽ മിസൈലുകളെക്കാൾ വേഗത്തിൽ ഡ്രോൺ ആക്രമണങ്ങളിലൂടെ ഇറാൻ തിരിച്ചടിക്കുമെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. പ്രത്യേകിച്ച് ഹോർമുസ് കടലിടുക്ക് മേഖലയിലെ കപ്പൽ ഗതാഗതത്തിനും ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണ സൗകര്യങ്ങൾക്ക് ഇത് വലിയ ഭീഷണിയാകാം. അതേസമയം തന്നെ റഷ്യയുടെയും ചൈനയുടെയും പിന്തുണ ഇറാന്റെ വേഗത്തിലുള്ള പുനർനിർമ്മാണത്തിന് പിന്നിൽ ഉണ്ട് എന്നുള്ള ചില റിപ്പോർട്ടുകളും വരുന്നുണ്ട്. പ്രത്യേകിച്ച് ചൈന ഇറാന് മിസൈൽ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ നൽകുന്നത് തുടരുകയാണെന്നാണ് അമേരിക്കൻ ഇന്റലിജൻസ് വിലയിരുത്തലുകൾ പറയുന്നത്. നിലവിലുള്ള ഉപരോധങ്ങൾ കാരണം ഇത് പരിമിതമായിരിക്കാമെങ്കിലും യുദ്ധകാലത്ത് പോലും ഇറാന്റെ വിതരണ ശൃംഖലയെ പൂർണ്ണമായിട്ട് തകരാത്തതിന്റെ തെളിവായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെയും അടുത്തിടെ ചൈന ഇറാൻ മിസൈൽ നിർമ്മാണ ഘടകങ്ങൾ നൽകുന്നു എന്ന് ആരോപിച്ചിരുന്നു. എന്നാൽ ചൈന ഈ ഒരു ആരോപണങ്ങൾ നിഷേധിച്ചിരുന്നു. അമേരിക്കൻ സൈനിക നേതൃത്വം പറയുന്നതും ഇന്റലിജൻസ് റിപ്പോർട്ടുകളും തമ്മിലുള്ള വൈരുദ്ധ്യവും ഇപ്പോൾ വലിയ ചർച്ചയായിട്ട് മാറിയിരിക്കുകയാണ്. സെൻകോം മേധാവി അഡ്മിറൽ ബ്രാൻഡ് കൂപ്പർ കോൺഗ്രസിൽ പറഞ്ഞത് അമേരിക്കൻ ആക്രമണങ്ങൾ ഇറാന്റെ പ്രതിരോധ വ്യവസായ അടിസ്ഥാനത്തെ 90% നശിപ്പിച്ചുവെന്നും അത് 10 വർഷത്തോളം പുനഃസ്ഥാപിക്കാനാവില്ല എന്നുമായിരുന്നു. എന്നാൽ അതേസമയം
അമേരിക്ക ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പറയുന്നത് വർഷങ്ങളല്ല മാസങ്ങൾ മാത്രം മതിയാകുമെന്നാണ്. അതായത് യുദ്ധത്തിന്റെ യഥാർത്ഥ ഫലത്തെക്കുറിച്ച് അമേരിക്കൻ സംവിധാനത്തിനുള്ളിൽ തന്നെ വ്യത്യസ്ത വിലയിരുത്തലുകൾ ഉണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. മറ്റൊരു ഞെട്ടിക്കുന്ന വിവരം കൂടി പുറത്തു വന്നിട്ടുണ്ട്. US ആക്രമണങ്ങളെ അതിജീവിച്ച് ഇറാന്റെ മിസൈൽ ലോഞ്ചറുകളിൽ പകുതിയിലധികം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ചിലത് ആക്രമണ സമയത്ത് മണ്ണിനടിയിൽ ഒളിപ്പിച്ചിരുന്നതാകാമെന്നും വെടിനിർത്തൽ കാലത്ത് അവ പുറത്തെടുത്തതായിരിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ആയിരക്കണക്കിന് ഇറാനിയൻ ഡ്രോണുകളും ഇപ്പോഴും സജീവമാണെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഒരു പക്ഷേ അപ്പുറത്തേക്ക് നോക്കൂ, അതായത് അമേരിക്കയ്ക്ക് യാതൊരു രീതിയിലും ഒന്നുമില്ല, എല്ലാം നശിച്ചു, സമ്പത്ത് നശിച്ചു, അവരുടെ രാഷ്ട്രീയം ഇപ്പോൾ നശിച്ച് ഏകദേശം പകുതി ആയിക്കൊണ്ടിരിക്കുന്നു. ട്രംപിനെ എതിർക്കുന്നവർ സെനറ്റിൽ തന്നെ ഒരുപാട് പേര് ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. അത് മാത്രമല്ല ആയുധശേഖരണങ്ങൾ, വലിയ രീതിയിൽ സൈനികർ. അപ്പൊ അങ്ങനെ ആകെ നശിക്കുന്ന സമയത്തും, അതായത് ഇറാന്റെ ഞങ്ങളെല്ലാം തകർത്തു, ഇറാൻ ഇനി എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല, ഇറാൻ ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ അതേ സ്ഥാനത്ത് അമേരിക്കയുടെ ഇന്റലിജൻസ് റിപ്പോർട്ട് നടത്തിയ ആ ഒരു രഹസ്യ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറം ലോകം കാണുന്നത് വളരെ ഞെട്ടലോടെയാണ്. ഇത് ഇസ്രായേലിനെയും പശ്ചിമേഷ്യയും വല്ലാത്ത രീതിയിൽ ഭയപ്പെടുത്തുന്നുണ്ട്. ഇനി ഹോർമോസ് കടലിടുക്കിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന തീരദേശ ക്രൂയിസ് മിസൈലുകൾ സംവിധാനങ്ങളും ഭൂരിഭാഗവും കേടുകൂടാതെ തുടരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനിയൊരു യുദ്ധം വരികയാണെങ്കിൽ ഇതെല്ലാം എടുത്ത് ഇറാൻ പൊട്ടിക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ടാണ് ഇറാൻ ഇത്ര ധൈര്യത്തോടെ പറയുന്നത്, നിങ്ങൾ യുദ്ധം ചെയ്തോളൂ, ഇനി നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് ഞങ്ങൾ നിങ്ങൾക്ക് ഒരു പ്രഹരം നൽകും, അത് നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല എന്നൊക്കെ വെറുതെ പറയുന്നതല്ല. അത് ഇറാൻ പറയുന്നതിന് കാരണം ഇറാന്റെ പക്കൽ ഇതെല്ലാം സജ്ജമാണ്. അത്തരം രീതിയിലേക്ക് വളരെ നിർണായകമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയാണ് ഇറാൻ ഓരോ കാര്യവും നടത്തുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇവർ എത്ര വെല്ലുവിളികൾ നടത്തിയാലും അല്ലെങ്കിൽ എത്ര രീതിയിൽ സമ്മർദ്ദം ചെലുത്തിയാലും അവർക്ക് ഒരു കുഴപ്പവുമില്ല. യുദ്ധം ഏതെങ്കിലും ഒരു ഭാഗത്ത് തുടരുകയാണെങ്കിൽ അതിനെല്ലാം തകർക്കുന്ന രീതിയിലേക്ക് തങ്ങൾ ചെയ്യുമെന്ന് ഇറാൻ പറയുന്നതിന്റെ കാരണം ഇതാണ്. എന്തായാലും ഇതെല്ലാം ചേർത്ത് നോക്കുമ്പോൾ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ ഈ ഒരു ആക്രമണങ്ങൾ ഇറാനെ തീർത്തും തകർത്തിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഇറാൻ ഒരിക്കലും അടിയറവ് പറഞ്ഞിട്ടില്ല, ഇറാൻ അവസാനിച്ചിട്ടില്ല. യുദ്ധം അവസാനിച്ച ഉടൻ തന്നെ പുനർനിർമ്മാണത്തിലേക്ക് ഇറങ്ങാനുള്ള ശേഷിയും പുറം രാജ്യങ്ങളുടെ പിന്തുണയും ദീർഘകാല ഉപരോധങ്ങൾക്കിടയിലും നിലനിന്ന പ്രതിരോധ വ്യവസായ സംവിധാനവും ഇറാനെ വീണ്ടും അപകടകാരിയാക്കുകയാണ്. ഇനി ലോകം ഉറ്റുനോക്കുന്നത് ഒരേ ഒരു കാര്യവുമാണ്, അതായത് അമേരിക്കയും ഇസ്രയേലും വീണ്ടും യുദ്ധപാതത്തിലേക്ക് തിരിയുമോ എന്നത്. കാരണം ഈ റിപ്പോർട്ടുകൾ ഒരു മുന്നറിയിപ്പും കൂടിയാണ്. ഇറാനെ പൂർണ്ണമായിട്ട് തകർന്നു അല്ലെങ്കിൽ തകർത്തു എന്ന ആത്മവിശ്വാസത്തിലാണ് അമേരിക്കയും ഇസ്രയേലും മുന്നോട്ട് പോകുന്നത് എങ്കിൽ അത് വലിയ തെറ്റായ കണക്കുകൂട്ടലായേക്കാം. കാരണം കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി ഉപരോധങ്ങളും യുദ്ധങ്ങളും രഹസ്യ ആക്രമണങ്ങളും അതിജീവിച്ച രാജ്യമാണത്. അവിടെ ഒന്നും വില പോകില്ല, വീണ്ടും ചാരത്തിൽ നിന്ന് ഉയർന്നു വരാൻ തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയുടെ അടുത്ത അധ്യായം ഇനി കൂടുതൽ അപകടകരവും അനിശ്ചിതത്വവും നിറഞ്ഞതായിരിക്കാം എന്നുള്ള ആശങ്കകൾ ഇപ്പോൾ ലോകശക്തികളെ വേട്ടയാടുന്നുണ്ട്. ചുരുക്കത്തിൽ വ്യോമാക്രമണങ്ങൾ കൊണ്ട് ഇറാന്റെ സൈനിക വീര്യത്തെയോ ആയുധ നിർമ്മാണ ശേഷിയോ ഇല്ലാതാക്കാൻ കഴിയില്ല. ഈ ദ്രുതഗതിയിലുള്ള പുനർനിർമ്മാണം അതിനെയാണ് സൂചിപ്പിക്കുന്നത്. താൽക്കാലിക വെടിനിർത്തലുകളെ പോലും തങ്ങളുടെ പ്രതിരോധം ശക്തമാക്കാനുള്ള തന്ത്രപരമായിട്ടുള്ള അവസരമായിട്ട് ഇറാൻ മുതലെടുക്കുകയാണ്. ഈ വേഗതയേറിയ തിരിച്ചറിവ് എന്ന് പറയുന്നത് പശ്ചിമേഷ്യയിലെ സൈനിക സമവാക്യങ്ങളെ പാടെ മാറ്റി എഴുതാൻ പോകുന്നതാണ്. വരും ദിവസങ്ങളിൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഇതൊരു വലിയ സുരക്ഷാ വെല്ലുവിളിയാകുമെന്നതിൽ തർക്കമില്ല. ആക്രമണം കൊണ്ട് ഒതുക്കാൻ കഴിയാത്ത ഈ ഇറാന്റെ ഈ ഒരു സാങ്കേതിക പ്രതിരോധ മേഖലയെ ഒരു പുതിയ യുദ്ധതന്ത്രത്തിലേക്ക് നയിക്കുമെന്നുള്ള കാര്യം വളരെ ഉറപ്പു നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനി വളരെ ശ്രദ്ധയോടെ വേണം അമേരിക്കയും ഇസ്രയേലും പശ്ചിമേഷ്യയും ഒക്കെ ഇറാന്റെ മുന്നിലേക്ക് പോകാൻ. ഇല്ലെങ്കിൽ അടപടലും ഇറാൻ മൊത്തത്തിൽ തകർത്ത് കളയും എന്നുള്ളതാണ്.